നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സംരംഭങ്ങൾക്ക് സഹായകരമാകുന്ന വിധത്തിൽ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തുമെന്ന് മന്ത്രി എം.പി. രാജേഷ് പറഞ്ഞു. വ്യവസായ വകുപ്പിന്റെ സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായ സംരംഭക സഭയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ മികച്ച പ്രവർത്തനങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി നടന്നുവരുന്നത്. സംരംഭക വർഷ പദ്ധതിയുടെ ഭാഗമായി 2022 ഏപ്രിൽ മുതൽ 2024 ഡിസംബർ വരെയുള്ള കാലയളവിൽ ജില്ലയിലെ ഓരോ തദ്ദേശ സ്ഥാപന പരിധിയിലും ശരാശരി 250-ൽ പരം സംരംഭങ്ങളാണ് ആരംഭിച്ചത്. ചടങ്ങിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി.പി. റജീന അധ്യക്ഷയായി. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി.കെ. ജയ, വി.വി. ബാലചന്ദ്രൻ, ഷർഫുദ്ദീൻ കളത്തിൽ, കെ. മുഹമ്മദ്, ജില്ലാ പഞ്ചായത്ത് അംഗം വി.പി. ഷാനിബ, ടി.വി. മമ്മു എന്നിവർ സംസാരിച്ചു. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിയ വീട്ടി മേടത്തുകാരനാണ്. അതിപ്പോ യാഥാർത്ഥ്യമാവുകയാണ്. അടുക്കളയിൽ നിന്ന് സ്ത്രീകൾ അരങ്ങിലേക്ക് വരുന്നു. അടുക്കളയിൽ ചെയ്തിരുന്ന കാണാപ്പണിയുടെ സ്ഥാനത്ത് പ്രത്യേകിച്ച് പ്രതിഫലമൊന്നുമില്ലാത്ത, ഒരു നന്ദി വാക്ക് പോലും കിട്ടാത്ത കാണാപ്പണിയുടെ മേഖലയിൽ നിന്ന് വരുമാനമുണ്ടാക്കുന്ന സംരംഭകരായിട്ട് സ്ത്രീകൾ മാറുന്നു എന്നതിന്റെ മാനം വളരെ വലുതാണ്. പക്ഷെ ഇന്ന് അത് തിരിച്ചറിയുന്നതിനേക്കാൾ ഇതിന്റെ പ്രാധാന്യം പിന്നീട് ചരിത്രം അതിനെ വിലയിരുത്തുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ കരിങ്ങനാട് ചന്തപ്പടിക്ക് സമീപം നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞ് അപകടം. ആളപായമില്ല. പാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ കരിങ്കനാട് ചന്തപ്പടിക്ക് സമീപത്താണ് നിയന്ത്രണം വിട്ട ലോറി മറിഞ്ഞ് അപകടം സംഭവിച്ചത്. ലോറിയുടെ ടയർ പൊട്ടിയായിരുന്നു അപകടം. ലോറി റോഡിന് കുറുകെ മറിയുകയായിരുന്നു. ആക്രി സാധനങ്ങളുമായി പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ആളപായമൊന്നും ഉണ്ടായില്ല. ഏറെ നേരം പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. തുടർന്ന് JCB ഉപയോഗിച്ച് ലോറി നീക്കം ചെയ്താണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കൊപ്പം പോലീസും സ്ഥലത്തെത്തിയിരുന്നു. അക്ഷരജാലകം ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻസും അക്ഷരജാലകം സാംസ്കാരിക കൂട്ടായ്മയും സംയുക്തമായി ഏർപ്പെടുത്തിയ ഇന്ത്യന്നൂർ ഗോപി മാസ്റ്റർ സ്മാരക കർമ്മശ്രേഷ്ഠ പുരസ്കാരത്തിന് മികച്ച പരിസ്ഥിതി പ്രവർത്തകനായ കറുകപ്പുത്തൂർ സ്വദേശി EV മുഹമ്മദ് കുട്ടി ഹാജിയെ തെരഞ്ഞെടുത്തതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ കറുകപ്പുത്തൂർ ഇഞ്ചിരിവളപ്പിൽ കുടുംബാംഗമായ മുഹമ്മദ് കുട്ടി ഹാജി 86 വയസ്സിലും പൊതുരംഗത്ത് കർമ്മനിരതനാണ്. പ്രവാസകാലത്ത് തൊഴിൽ തേടിയെത്തിയ നിരവധി പേർക്ക് താങ്ങും തണലുമായി മാറിയ മുഹമ്മദ് കുട്ടി ഹാജി ജാതിമത വേർതിരിവില്ലാതെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയും മാതൃകയായിട്ടുണ്ട്. വഴിയോരങ്ങളിലും പുറമ്പോക്ക് മിച്ചഭൂമിയിലും പൊതു ഇടങ്ങളിലും ആരാധനാലയങ്ങളുടെ പരിസരങ്ങളിലുമെല്ലാം തണൽ മരങ്ങളും ബലവൃക്ഷങ്ങളും നട്ടുപിടിപ്പിച്ചുകൊണ്ട് പരിസ്ഥിതി പ്രവർത്തനത്തിലും സജീവമാണ്. നദീ സംരക്ഷണ പ്രവർത്തകൻ, മികച്ച ജൈവ കർഷകൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന ഇദ്ദേഹം സോഷ്യൽ മീഡിയയിലും സജീവമാണ്. കൃഷിപ്പാടങ്ങൾ, നാട്ടറിവുകൾ എന്നിവ മറ്റുള്ളവരിലേക്ക് പകർന്നുകൊടുത്തുകൊണ്ടിരിക്കുന്ന സാമൂഹിക പ്രവർത്തകൻ കൂടിയാണ്. 10,000 രൂപയുടെ പുസ്തകങ്ങളും പ്രശസ്തി പത്രവും ഫലകവും പൊന്നാടയും അടങ്ങുന്നതാണ് പുരസ്കാരമെന്ന് ഭാരവാഹികളായ ഹുസൈൻ തട്ടത്താഴത്ത്, സതീഷ് കാക്കരാത്ത്, ഉണ്ണി പൂക്കരാത്ത്, പ്രിയങ്ക പവിത്രം, M. രാമചന്ദ്രൻ എന്നിവർ അറിയിച്ചു. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പരിസ്ഥിതിയെക്കുറിച്ച് ചിന്തിക്കുന്നവർ ഒരുപാടുണ്ട്. പക്ഷെ പരിസ്ഥിതിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുള്ളവർ, അതിനുവേണ്ടി ചെയ്ത് കാണിക്കുന്നവർ വളരെ കുറവാണ്. അത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നവരും വളരെ കുറവാണ്. എങ്കിലും തൻ്റെ 86-ാമത്തെ വയസ്സിലും വളരെ ചെറുപ്പത്തിൽ തന്നെ സാമൂഹിക പ്രവർത്തനം തുടങ്ങി വെച്ച് ആ 86-ാമത്തെ വയസ്സിൽ എത്തുമ്പോഴും ഇതേ പ്രവർത്തനം ആ പഴയ ഊർജ്ജസ്വലതയോടെ അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് ചെയ്തു വരുന്ന ഒരു വ്യക്തി നമ്മുടെ നാട്ടിൽ തിരുമറ്റക്കോട് പഞ്ചായത്തിലെ കറുകപ്പുത്തൂരിൽ ജീവിച്ചിരിക്കുമ്പോൾ അക്ഷരജാലകം എന്നൊരു സാംസ്കാരിക കൂട്ടായ്മക്ക് അദ്ദേഹത്തെ കാണാതിരിക്കാൻ കഴിയില്ല. CPM പ്രാദേശിക നേതൃത്വവുമായുള്ള അഭിപ്രായ ഭിന്നത രൂക്ഷം. രാജിക്കൊരുങ്ങി കപ്പൂർ പഞ്ചായത്തിലെ 11ാം വാർഡ് മെമ്പർ സൽമ. ഇടഞ്ഞു നിൽക്കുന്ന വാർഡ് മെമ്പറെ അനുനയിപ്പിക്കാനുള്ള പാർട്ടി നേതൃത്വത്തിന്റെ ഇടപെടലുകൾ പുരോഗമിക്കുന്നു. 11ാം വാർഡിലെ ആയുർവേദ ഡിസ്പെൻസറിയിൽ ആളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് രാജ്യഭീഷണിയിലേക്ക് എത്തിച്ചത് എന്നാണ് സൂചന.
വാർഡ് മെമ്പർ നിശ്ചയിച്ച വ്യക്തിക്ക് പകരം പാർട്ടി നേതൃത്വത്തിലെ ചിലർ മറ്റൊരു വ്യക്തിയെ ജോലിയിൽ പ്രവേശിപ്പിക്കാൻ ഒരുങ്ങിയതാണ് പ്രശ്നങ്ങൾ രൂക്ഷമാക്കിയത് എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. നിലവിൽ 18 വാർഡുകളുള്ള പഞ്ചായത്തിൽ 9 വീതം സീറ്റുകളാണ് കോൺഗ്രസ് മുന്നണിക്കും LDF മുന്നണിക്കുമുള്ളത്. തുടർന്ന് ടോസിലൂടെ LDF പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നേടുകയും ചെയ്തു. സീറ്റ് നില തുല്യമായതിനാൽ CPM വാർഡ് മെമ്പറുടെ രാജിഭീഷണി LDF പ്രാദേശിക നേതൃത്വത്തിന് തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ്. വാർഡ് മെമ്പർ രാജിക്കത്ത് പാർട്ടി നേതൃത്വത്തെ ഏൽപ്പിച്ചതായാണ് വിവരം. അതേസമയം പാർട്ടി നേതൃത്വം ഇടപെട്ട് ഇവരെ രാജിയിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുമുണ്ട്. CCTV ന്യൂസ്, തൃത്താല. പാർലമെന്ററി കാര്യവകുപ്പ് എൻലൈറ്റ് തൃത്താല പദ്ധതിയുമായി സഹകരിച്ച് മണ്ഡലത്തിൽ കുട്ടികളുടെ സഭ നടത്തുന്നു. ഓരോ പൗരനും ഭരണത്തിൽ പങ്കാളികളാകുമ്പോഴാണ് ജനാധിപത്യം പൂർണ്ണ അർത്ഥത്തിൽ നടപ്പാകുന്നത്. സാമൂഹ്യ നിർമ്മിതിയിൽ കുട്ടികളെ ഉൾപ്പെടുത്തുക, സാമൂഹിക വികസന സ്വപ്നങ്ങളും സങ്കല്പങ്ങളും ജനപ്രതിനിധികളുമായി പങ്കുവയ്ക്കുക, ഇതിലൂടെ കുട്ടികളെ സമൂഹവുമായി കൂടുതൽ അടുപ്പിക്കുക എന്ന ലക്ഷ്യങ്ങളോടെയാണ് കുട്ടികളുടെ സഭകൾ സംഘടിപ്പിക്കുന്നത്. കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട 3 മണ്ഡലങ്ങളിലാണ് പാർലമെന്ററി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സഹകരണത്തോടെ കുട്ടികളുടെ സഭ നടക്കുന്നത്. തൃത്താല മണ്ഡലത്തിൽ എൻലൈറ്റ് വിദ്യാഭ്യാസ പദ്ധതിയുമായി സഹകരിച്ചാണ് സഭ സംഘടിപ്പിക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി നിയമസഭാ മണ്ഡലത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും വിദ്യാർത്ഥി പ്രതിനിധികൾക്ക് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട വികസന പ്രശ്നങ്ങൾ, പ്രതീക്ഷകൾ, വികസന സ്വപ്നങ്ങൾ, അഭിപ്രായങ്ങൾ എന്നിവ പാർലമെന്ററി കാര്യ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായി നേരിട്ട് സംവദിക്കാം. സഭയിൽ പങ്കെടുക്കാൻ ഒരു സ്ഥാപനത്തിൽ നിന്നും 3 കുട്ടികൾക്കാണ് അവസരം ലഭിക്കുക. ഉപന്യാസം, ക്വിസ് എന്നിങ്ങനെ ഏതെങ്കിലും മത്സരത്തിലൂടെ പങ്കെടുക്കാനുള്ള കുട്ടികളെ കണ്ടെത്താം. എന്റെ സങ്കല്പത്തിലെ തൃത്താല മണ്ഡലം എന്ന വിഷയത്തിലൂന്നി ഒരു ഷോർട്ട് ഫിലിം മത്സരവും സംഘടിപ്പിക്കും. മണ്ഡലത്തെക്കുറിച്ചും വികസന പ്രക്രിയകളെക്കുറിച്ചും വ്യക്തതയും കാഴ്ചപ്പാടുമുള്ള കുട്ടികളെയാണ് സഭയിൽ പങ്കെടുപ്പിക്കുക. തൃത്താല മണ്ഡലത്തിൽ ഫെബ്രുവരി മാസത്തിലാണ് കുട്ടികളുടെ സഭ ചേരുന്നത്. CCTV ന്യൂസ്, തൃത്താല. കെട്ടിട നിർമ്മാണത്തിനിടെ പൈപ്പ് പൊട്ടി താഴെ വീണ് പരിക്കേറ്റ യുവാവ് മരിച്ചു. കപ്പൂർ കോഴിക്കര സ്വദേശി പുത്തൻ വീട്ടിൽ രാജന്റെ മകൻ 24 വയസ്സുള്ള ജിഷിൽ രാജാണ് മരിച്ചത്. ചങ്ങരംകുളം ടൗണിൽ ചിറവല്ലൂർ റോഡിൽ കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു കെട്ടിടത്തിന് മുകളിൽ ഷീറ്റ് വർക്ക് ചെയ്യുകയായിരുന്ന തൊഴിലാളികൾ അപകടത്തിൽപ്പെട്ടത്. വെൽഡിംഗ് ചെയ്യുന്നതിനിടെ പൈപ്പ് പൊട്ടി 2 പേർ താഴേക്ക് വീഴുകയായിരുന്നു. 30 അടിയോളം ഉയരത്തിൽ നിന്നാണ് ഇരുവരും താഴെ വീണത്. പരിക്കേറ്റവരെ ഓടിക്കൂടിയവർ ചേർന്ന് ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ജിഷിലിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായം ഒരുക്കി വരുന്നതിനിടെയാണ് മരണം സംഭവിച്ചത്. പുത്തൻപള്ളി സ്വദേശി മോഹനൻ ചികിത്സയിലാണ്. പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ വാർഷിക സെമിനാറും പ്രതിഭാദരവും വായനോത്സവവും സമ്മാന വിതരണവും കൂറ്റനാട് നടന്നു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി PN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക രംഗത്ത് വായനശാലയുടെ ഉത്തരവാദിത്വം വളരെ വലുതാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. തുടർന്ന് വാൾ വിഭാഗീയതയുടെ വൻമലകൾ എന്ന വിഷയത്തിൽ സെമിനാറും നടന്നു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് PK ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പുരസ്കാര ജേതാക്കളായ ബീന R ചന്ദ്രൻ, ഫാസിൽ റസാഖ്, PV ശ്രീധരവാര്യർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് TK നാരായണദാസ് ഉപഹാരങ്ങൾ സമ്മാനിച്ചു. താലൂക്ക് തല വായനാ മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി സത്യനാഥൻ, ജില്ലാ പഞ്ചായത്ത് VP ഷാനിബ, സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം MK പ്രദീപ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. എങ്ങനെ നമുക്ക് ഗ്രന്ഥശാലകളെ സാമൂഹിക സംസ്കാരത്തിന്റെ സ്ഥിരകേന്ദ്രങ്ങളാക്കി മാറ്റാം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചില പ്രശ്നങ്ങളിലേക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നത് അത്തരം വിഷയങ്ങളിൽ നിങ്ങൾക്ക് വിപുലമായിട്ടുള്ള ക്ലാസ്സുകൾ സമയാസമയം കിട്ടുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് അതിലേക്ക് പോകണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ സമകാലിക സാമൂഹിക സാംസ്കാരിക കേന്ദ്രങ്ങളായി മാറുക എന്നുള്ള ആശയം അത് വരുമ്പോഴാണ് എന്താണ് ഈ സാംസ്കാരിക കേന്ദ്രങ്ങൾ എന്നുള്ള വാക്കിന്റെ അർത്ഥപരിധിയിൽ എന്തൊക്കെയാണ് വരുന്നത്, അവിടെ വരുമ്പോഴാണ് നമ്മളെ ഉത്തരവാദിത്വങ്ങളുടെ വൈപുല്യം, നമ്മൾ മനസ്സിലാക്കുന്ന ഉത്തരവാദിത്വങ്ങളുടെ വിപുലമായ ഒരു മേഖലയിലേക്ക് നമ്മൾ വന്നെത്തുന്നത് അവിടെ വരുമ്പോഴാണ്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിൽ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഓവറോൾ ചാമ്പ്യന്മാരായി. മുതുതല ഗ്രാമപഞ്ചായത്തിനാണ് 2ാം സ്ഥാനം. വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ വിതരണം ചെയ്തു. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിൽ 224 പോയിന്റ് നേടിയാണ് ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് ചാമ്പ്യന്മാരായത്. 150 പോയിന്റ് നേടി മുതുതല പഞ്ചായത്തിനാണ് 2ാം സ്ഥാനം.
ക്ലബ്ബുകളിൽ ഓങ്ങല്ലൂർ പുലാശ്ശേരിക്കര ലെജൻഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഓവർ ചാമ്പ്യന്മാരായി. യാറം KYCക്കാണ് 2ാം സ്ഥാനം. വിജയികൾക്കുള്ള സമ്മാനങ്ങൾ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ വിതരണം ചെയ്തു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി KP സുപ്രഭ, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ PP ഉണ്ണികൃഷ്ണൻ, ഷൈമ ഉണ്ണികൃഷ്ണൻ, V സൈതലവി, ഷെഫീന ഷുക്കൂർ, K ബിന്ദു, P പ്രസന്ന, ജഗദീഷ് ബാബു, DK ചിത്ര തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പുരുഷന്മാരിൽ കായിക പ്രതിനിധിയായി മുറുതല പഞ്ചായത്തിലെ P മുഹമ്മദ് ഫയാസിനെ തിരഞ്ഞെടുത്തു. വനിതാ വിഭാഗത്തിൽ ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ മഞ്ജുഷിയാണ് പ്രതിഭ. തിരുവേഗപ്ര പഞ്ചായത്തിലെ സീനിയർ ബോയ്സ് വിഭാഗത്തിൽ തിരുവേഗപ്ര പഞ്ചായത്തിലെ KP മുഹമ്മദ് ഷാനിദാണ് കായിക പ്രതിഭ. സീനിയർ ഗേൾസ് വിഭാഗത്തിൽ ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ PV ആർദിയാണ് കായിക പ്രതിഭ. കലാപ്രതിഭയായി ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ P നസറുദ്ദീൻ, കലാതിലകമായ തിരുവേഗപ്ര പഞ്ചായത്തിലെ ആയിഷ ബഷീറിനെയും തിരഞ്ഞെടുത്തു. ജില്ലാ ട്രോമ കെയർ വളണ്ടിയർമാർക്കായി പട്ടാമ്പിയിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. നിരവധി പേർ പങ്കെടുത്തു. പാലക്കാട് ജില്ലാ ട്രോമ കെയർ വളണ്ടിയർമാർക്കായി ആദ്യഘട്ട ട്രെയിനിംഗ് ക്ലാസുകൾക്കാണ് തുടക്കമായത്. പട്ടാമ്പി അൽജഹമ ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന ട്രെയിനിംഗ് ജില്ലാ ട്രെയിനർ മണി ശ്രീലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. മീഡിയ കൺവീനർ രാജു കരിമ്പുഴ അധ്യക്ഷത വഹിച്ചു. ട്രോമ കെയർ മാസ്റ്റർ ട്രെയിനർ ജംഷിദ് ക്ലാസുകൾ നയിച്ചു. പൊതുസമൂഹത്തിലെ ആപത്ത് ഘട്ടങ്ങളിൽ വിവിധ രക്ഷാപ്രവർത്തനങ്ങൾ എങ്ങനെ നടത്തണം എന്നത് സംബന്ധിച്ച് വിശദമായ ക്ലാസും പ്രായോഗിക പരിശീലനവും ഉണ്ടായി. ഇല്ല. ഇനി അടുത്ത പ്രത്യേകം പറഞ്ഞ കേസാണ് വായനകളൊന്നും ബ്ലീഡിംഗ് എന്തി വായനകൾ ബ്ലീഡിംഗ് റോഡ് ചെയ്തിട്ട് നേരെ വലിച്ചു കേട്ടോ പറ്റുമോ? ഇല്ല, വായനകളൊന്നും ബ്ലീഡിംഗ് എന്താ ഡേഞ്ചർ അല്ല. ചോര തൊട്ടേന്ന് ഇരുന്ന് അങ്ങനെ ഓരോ 4 മണിക്കൂർ പറ്റില്ല. ഒരു 3-4 മണിക്കൂർ സമയം അല്ലേ? ഇനി അടുത്ത കേസ് പറഞ്ഞാൽ മൂക്കിൻ്റെ ചോര എന്ത് ചെയ്യും? അതൊന്നും ഞാൻ ചോര വയ്ക്കാം. എന്ത് ചെയ്യാം? എന്തൊക്കെ ചെയ്യുന്നത് ചെയ്യേണ്ടെന്താ അറിയോ? ആ മൂക്കെണ്ണം അമർത്തി പിടിച്ചാൽ പോലെ. ഈ മൂക്കിന് ചോരയാണ് ഞാൻ പറഞ്ഞാൽ അമർത്തി പിടിച്ചാൽ പോലെ. മനസ്സിലായോ പറഞ്ഞത്? അല്ലെങ്കിൽ 2 മൂക്ക് അമർത്തി പിടിച്ചാൽ പോലെ. അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഒരു തുണിക്കഷ്ണം റോൾ ചെയ്തിട്ട് എന്ത് ചെയ്യാം? ആ മൂക്കിൽ കയറ്റി വെക്കുക. വെക്കുമ്പോൾ അധികം കാര്യം ഒറ്റ വയറ് വലിച്ചു കഴിഞ്ഞാൽ കയറി പോണ തുണിക്കഷ്ണം വെക്കുക. പരിശീലന ക്ലാസുകൾക്ക് റിയാസ് നാട്ടുക്കൽ, അബ്ദുൾ അസീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. റഷീദ് പട്ടാമ്പി, ദേവിക പട്ടാമ്പി, നൌഷാദ് പട്ടാമ്പി, ഷാഫി കൊടുമുണ്ട, സലീം പട്ടാമ്പി, അക്ബർ പട്ടാമ്പി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ആദ്യഘട്ട പരിശീലനം കഴിഞ്ഞവർക്ക് 1 മാസത്തിനകം തന്നെ സർക്കാർ വകുപ്പുകളുടെ വിവിധ സന്നദ്ധ സേവന പരിശീലന ക്ലാസുകൾ നൽകുമെന്ന് ട്രോമ കെയർ അറിയിച്ചു. ഞാങ്ങാട്ടിരി TK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ജനകീയ വായനശാലയുടെ പ്ലാറ്റിനം ജൂബിലി വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. തൃത്താല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK ജയ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നവാഗത ചലച്ചിത്ര സംവിധായകനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം നേടിയ ഫാസിൽ റസാഖ് ഉദ്ഘാടനം നിർവഹിച്ചു. സ്വാതി തിരുനാൾ സംഗീതരത്ന പുരസ്കാരം നേടിയ പ്രശസ്ത പിന്നണി ഗായിക രാധിക അശോക് മുഖ്യാതിഥിയായി. വായനശാല സെക്രട്ടറി രമണൻ ഞാങ്ങാട്ടിരി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് TK നാരായണദാസ്, മുതിർന്ന വായനശാല പ്രവർത്തകരായ M ശിവശങ്കരൻ, TV അസൈനാർ, KN ചന്ദ്രൻ, TK സുകുമാരൻ, TK നാരായണൻ, BM അലി എന്നിവരെ ആദരിച്ചു. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ A കൃഷ്ണകുമാർ ഉപഹാരങ്ങൾ കൈമാറി. പ്ലാറ്റിനം ജൂബിലി സാഹിത്യ പതിപ്പിന്റെ പ്രകാശനം TVM അലി നിർവഹിച്ചു. K വേലുണ്ണി കോപ്പി ഏറ്റുവാങ്ങി. താലൂക്ക് തല വായനോത്സവത്തിൽ വിജയികളായ MK പാർവതി, K അഷിത, വെറ്ററൻസ് മീറ്റ് വിജയി MR ഉണ്ണി എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച പുസ്തകങ്ങൾ അനു വിനോദ വായനശാലയ്ക്ക് കൈമാറി. താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി T സത്യനാഥൻ, ജില്ലാ ലൈബ്രറി കൌൺസിൽ അംഗം AV ഹൈദ്രുമാഷ്, T ആര്യൻ കണ്ണന്നൂർ, വാർഡ് മെമ്പർ K പ്രീത, TK സുകുമാരൻ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. തുടർന്ന് നൃത്യങ്ങളും സംഗീത നിശയും അരങ്ങേറി. ഫാഷൻ ഷോയും ഉണ്ടായിരുന്നു. NTU ഷൊർണൂർ ഉപജില്ലാ സമ്മേളനം വല്ലപ്പുഴയിൽ സംഘടിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീധരൻ പാതിരക്കുന്നത്തുമന ഉദ്ഘാടനം ചെയ്തു.
ദേശീയ അധ്യാപക പരിഷത്തിന്റെ ഷൊർണൂർ ഉപജില്ലാ സമ്മേളനമാണ് വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തിയത്. NDU ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീധരൻ മാസ്റ്റർ പാതിരിക്കുന്നത്തുമന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും വലിയ ദാനമായിട്ട് ശാസ്ത്രങ്ങൾ വാഴ്ത്തുന്നത് ആത്മവിദ്യയുടെ ദാനമാണ്. ഒരുവനെ പിടിച്ച് അവൻ ഈശ്വരനാണ് എന്ന് അവനെ ബോധ്യപ്പെടുത്തുന്നതിലും വലിയ എന്ത് ദാനം നമുക്ക് ചെയ്യാനുള്ളത്? ക്ഷീണിതനും ദുർബലനുമായി കിടക്കുന്ന ഒരുവനോട് പറയുകയാണ്, നീ ദുർബലനല്ല, നീ പാപിയല്ല, നീ ആരാണ്? അമൃതസ്യ പുത്ര, നീ അമരത്വത്തിന്റെ സന്താനമാണ്, നീ ഈശ്വരനാണ്. ഇതിലും വലിയ വിദ്യ എന്താണ്? ഇതിലും വലിയ ദാനം എന്താണ്? ഇതാണ് ഏറ്റവും വലിയ ദാനം. ആ ദാനം നിർവഹിക്കുന്നവരാ നമ്മള്. അതിനാദ്യം എന്ത് ചെയ്യണം? ഉള്ളവനെ കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലേ? സ്വാമിജി പറയുന്നുണ്ട്, ഒരു ഭിക്ഷക്കാരൻ പറയാണ്, ഞാൻ രചിച്ചു എന്ന് പറയുന്നത് എന്തർത്ഥമുണ്ട്? There is no meaning in a beggar saying that I have renounced. നിനക്ക് എന്താ റെനൗൺസ് ചെയ്യാനുള്ളത്? ആദ്യം എന്തെങ്കിലും നേട്. അതുകൊണ്ട് ആദ്യം നാം സ്വയം, ബുദ്ധൻ പറഞ്ഞതുപോലെ, ഈ ദീപമായി മാറുക, വെളിച്ചമായി മാറുക, സ്വയം വെളിച്ചമാവുക, വെളിച്ചം വിതറുക. അതിന് നമ്മൾ അധ്യാപകര് സ്വന്തം ജീവിതത്തിൽ എല്ലാവരും ഒരു ചെറിയ സ്വാധ്യായവും തപസ്സുമുള്ളവരാണ്. ഷൊർണൂർ സബ് ജില്ലാ പ്രസിഡന്റ് സിജു അധ്യക്ഷനായിരുന്നു. സുരേഷ് കുമാർ കിള്ളിക്കുറിശിമംഗലം മുഖ്യപ്രഭാഷണം നടത്തി. ഷൊർണൂർ സബ് ജില്ലാ സെക്രട്ടറി പ്രദീപ്, ദുർഗാദാസ്, ഗ്രാമപഞ്ചായത്ത് അംഗം ഹരിഗോവിന്ദൻ, ശശി, കെ ഗംഗാധരൻ, ഹരി മടത്തിൽ തൊടി, രാമദാസ്, വേണു, വിമല തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പെരിങ്ങോടിന്റെ കലാസാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന വി രാവുണ്ണി നായർ, VR ഭാസ്കരൻ, കെ കൃഷ്ണകുമാർ എന്നിവരെ അനുസ്മരിച്ചു. പെരിങ്ങോട് ബാങ്ക് പരിസരത്ത് നടന്ന അനുസ്മരണ സമ്മേളനം തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ കെ സുരേഷ് ബാബു അധ്യക്ഷനായി. പെരിങ്ങോട് ലോക്കൽ സെക്രട്ടറി A കുട്ടിനാരായണൻ, നാഗലശ്ശേരി ലോക്കൽ സെക്രട്ടറി VP അഷ്റഫ്, നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രൻ, മുൻ പ്രസിഡന്റ് KP രാമചന്ദ്രൻ, സംഘാടക സമിതി കൺവീനർ KV പരമേശ്വരൻ, ജോയിന്റ് കൺവീനർ A സേതുമാധവൻ എന്നിവർ സംസാരിച്ചു. ചാലിശ്ശേരി ഹരിശ്രീ കലാക്ഷേത്രയുടെ മരംകൊട്ടുപാട്ട്, കരോക്കെ ഗാനമേള, ഫ്ലവേഴ്സ് ചാനൽ ഫെയിം, ശരവണൻ പെരിങ്ങോടിന്റെ സ്പോട്ട് ഡബ്ബിംഗ്, മിമിക്രി തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറി. രാഷ്ട്രീയമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിരുദ്ധ ചേരിയിൽ നിന്ന് പ്രവർത്തിച്ച് പിന്നീട് രാഷ്ട്രീയമായ ഒരു മാറ്റത്തിന് വിധേയനായി ഇടതുപക്ഷ ആശയങ്ങൾ മനസ്സിലാക്കി അതിൽ ആകൃഷ്ടനായി പിന്നീടൊരു സന്ദർഭത്തിൽ ഇടതുപക്ഷത്തിന്റെ വഴി തിരഞ്ഞെടുത്ത ആളാണ്. ആ 3 പേരുടെയും വിയോഗം ഈ പ്രദേശത്തെ പാർട്ടിക്ക് വലിയ നഷ്ടമാണ്. കൃഷ്ണകുമാറിന്റെ വിയോഗം അടുത്ത കാലത്താണ്. ഞാനിതെപ്പോഴും ഓർമ്മിക്കുകയുമാണ്. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.